ഇന്ത്യൻ റെയിൽവേയിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പ് പോസ്റ്റ് ആണെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേയിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 16/9/2024 അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/10/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായപരിധി നോക്കുകയാണെങ്കിൽ 15 വയസ്സ് മുതൽ ഏകദേശം 24 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 15/10/2024 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത്. SC ST OBCക്ക് പ്രായത്തിൽ ഇളവുണ്ട്. SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവാണ് നൽകപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, ഇതൊരു സ്ഥിര ജോലി ആയിരിക്കത്തില്ല, അപ്രന്റീസ്ഷിപ്പ് ആണ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതിനുശേഷം 1 വർഷമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരിക. അതിനുശേഷം നിങ്ങൾ ഇവിടുന്ന് ലീവ് ചെയ്ത് വരണം. അപ്പോൾ ഈ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഓരോ മാസവും ചെറിയൊരു എമൗണ്ട് സ്റ്റൈപ്പൻഡ് ആയിട്ട് 1 വർഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഓരോ മാസം ഒരു 10,000 അടുത്തോ അല്ലെങ്കിൽ 12,000 അടുത്തോ ഒരു 10-12,000 രൂപ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കും. അതേ സ്റ്റൈപ്പൻഡ് ആയിട്ട് ഉണ്ടാവത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ ചിലവൊക്കെ കഴിഞ്ഞു പോകേണ്ടതാണ് അതിവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ ആ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് റെയിൽവേൻ്റെ വിവിധ പോസ്റ്റുകളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം അപേക്ഷിക്കുന്ന സമയത്ത് മുൻഗണന ലഭിക്കും. അതാണ് ഈ സംഭവം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അല്ലാതെ സ്ഥിര ജോലി ആയിരിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു വിഭാഗത്തിനും ജനറലിന് ഈ ഒരു ഏജ് തൊട്ട് ഈ ഒരു ഏജ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. SC STക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ. OBC ആകുമ്പോൾ 15/10/1997 അതുപോലെ തന്നെ 15/10/2009 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ജനറലിന് ഈ ഒരു ഏജിനും ഇതിൻ്റെ ഇടയിലുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഏജ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. 10ാം ക്ലാസ് മതി, 10+2 അണ്ടറിൽ. അതായത് സാധാരണ നിങ്ങൾ 1, 2 ആ ഒരു ലെവലിൽ പഠിച്ചു പോകുന്നത് പോലെ 10ാം ക്ലാസ് ഒരു 50% 50% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ITI സർട്ടിഫിക്കറ്റ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. NCVT അല്ലെങ്കിൽ SCVT ഉണ്ടായിരിക്കണം, കമ്പൽസറി ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് റെലവൻറ്റ് ഫീൽഡിലാണ്. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ITI ഏതൊക്കെയാണെന്ന്. സോ അത് നമുക്ക് നോക്കാം. ഫിറ്റർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ വെൽഡർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആർമേച്ചർ വിൻഡർ പറയുന്നുണ്ട്, പിന്നെ മെഷീനിസ്റ്റ് പറയുന്നുണ്ട്, കാർപ്പൻറ്റർ പറയുന്നുണ്ട്, ഇലക്ട്രീഷ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ, ഓരോ ട്രേഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബ്ലാക്ക് സ്മിത്ത് വരെ 22 ട്രേഡുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്ലംബർ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്ത് 10ാം ക്ലാസ്സിന് ശേഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ 10ൽ 50% മാർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഞാൻ പതിയെ സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റെനോഗ്രാഫറോ, ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫർ, ടർണർ, അതുപോലെ തന്നെ കോപ്പ വന്നത് കാണാൻ സാധിക്കും, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് പരീക്ഷയോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ ITIൻ്റെയൊക്കെ മാർക്കിൻ്റെ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകുകയാണ് ചെയ്യുന്നത്. അതായത് ഈ അപ്രന്റീസ്ഷിപ്പിന് വേണ്ടി വിളിക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. 10ാം ക്ലാസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ITI സർട്ടിഫിക്കറ്റ്, പിന്നെ ഏജ് ലിമിറ്റ്, ഇതൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. SC ST PWD വുമൺ കാൻഡിഡേറ്റ്സ് ആരും തന്നെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട സെലക്ഷൻ മോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അപേക്ഷിക്കേണ്ട ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാം. പിന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ആഗ്ര ഡിവിഷനിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, അതുപോലെ തന്നെ മെഷീനിസ്റ്റ്, കാർപ്പൻറ്റർ, പെയിൻറ്റർ, ഇങ്ങനെ ഓരോ പോസ്റ്റിലേക്കും ഓരോ കാറ്റഗറിക്കും വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ, അതായത് അപ്രന്റീസ്ഷിപ്പായിട്ട് ട്രെയിനിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അപ്രന്റീസ്ഷിപ്പ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ഥിര ജോലി ആയിരിക്കത്തില്ല, സ്റ്റൈപ്പൻഡ് ആയിട്ട് വളരെ ചുരുക്കം ഒരു എമൗണ്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ അപ്രന്റീസ്ഷിപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കിത് നല്ലൊരു അവസരമായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.